ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ കൃപ, അളവറ്റ കൃപ അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവരെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ദൈവം ചെയ്ത നന്മകളെ ഒന്ന് ഓർത്ത് നോക്കിയാൽ പാടാതിരിക്കാൻ കഴിയുമോ? We can't sing. If we can't sing, just think about the good things He has done in our life. If we cannot praise, or the Satan is trying to bind your lips, say to Satan, rebuke him and say that my Lord is greater than everything. If you are facing certain problems, tell the problems that my God is bigger than all the problems. എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ്. മരണത്തിൻ്റെ അധികാരിയാണെന്ന് തന്നെത്താൻ പറഞ്ഞുകൊണ്ട് നടന്ന, അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ അധികാരം എൻ്റെ കയ്യിലാണെന്ന് ചിന്തിച്ച് മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവനോട്, ഹല്ലേലൂയ, ആ അധികാരം എടുത്തു മാറ്റി അവനെ ചവിട്ടി ജയോത്സവം കൊണ്ടാടിയ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഘോരനായ പിശാചിനെ തൻ്റെ സ്വന്തം മരണത്താൽ നീക്കി മൃത്യുവിൻ്റെ മേൽ ജയം കൊണ്ടാടിയ ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. If we call upon that Lord, let's sing together. മലയാളത്തിലെ ഗാനം, സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോലെ സ്വന്തം ജീവൻ ദാനമായി തന്ന ലോകത്തിൽ ആരുമേ ഇല്ല. There is none who has offered his own life to save us. അങ്ങനെയെങ്കിൽ ചേർന്ന് പാടാം, സ്തുതി ചെയ്യും മനമേ. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറായിനി. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറായിനി. മരണാധികാരി ആയിരുന്ന ഘോരന പിശാചിനെ, മരണാധികാരി ആയിരുന്ന ഘോരന പിശാചിനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി അന്തികത്തിൽ ചെന്നു നീ. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്യും മനമേ
യേശുവേ. ഹല്ലേലൂയ. ഈ കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാൻ വകയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത്, when we were not worthy, the Lord made us worthy. അവിടുന്ന് നമ്മെ യോഗ്യരാക്കി തീർത്തതാ. നമ്മുടെയൊക്കെ കഴിവോ നമ്മുടെ യോഗ്യതകളോ നോക്കിയാൽ നമുക്കിവിടെ വരുവാൻ ഒരു യോഗ്യതയുമില്ല കേട്ടോ. ഒരുപക്ഷെ നമ്മൾ പറയാം എനിക്ക് യോഗ്യതയുണ്ട്. നോ, കർത്താവിൻ്റെ സന്നിധിയോട് അടുത്തു വരുവാൻ ഒരു യോഗ്യതയും ഒരു മനുഷ്യർക്കും ഇല്ലാതിരിക്കുമ്പോൾ അവിടുത്തെ കൃപയൊന്നുകൊണ്ട് മാത്രമാ. ഇറ്റ്സ് ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് വി ഗോട്ട് ദ ആക്സസ് ടു ഹിസ് ത്രോൺ. ഹല്ലേലൂയ. അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടുത്ത് കടന്നു ചെല്ലുവാൻ ഹല്ലേലൂയ നമുക്ക് ഭാഗ്യം തന്നു. പൗലോസ് അപ്പോസ്തലൻ ഒരു കാലത്ത് തനിക്ക് വചന പാണ്ഡിത്യമുണ്ട്, കഴിവുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന ഒരു കാലത്ത് അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയോട് അടുത്തപ്പോഴാ അപ്പോൾ എനിക്കൊരു യോഗ്യതയുമില്ലെന്ന് തിരിച്ചറിഞ്ഞത് കേട്ടോ. ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോടവൻ ഒട്ടിച്ചു ചേർന്നു. സ്തോത്രം. നമ്മളതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടണമെന്നാണ്. വി ഷുഡ് നോട്ട് ബി പ്രൗഡ് ഇൻ അവർ ഓൺ things. We should not take any pride in those things, but we have to humble ourselves and we have to say that, Lord, I am not worthy, but you have made me worthy to be your child. അവിടുത്തെ പൈതലാകുവാൻ എനിക്ക് ഭാഗ്യം തന്നു. That happened only by the love of God. ദൈവത്തിൻ്റെ സ്നേഹത്താൽ സംഭവിച്ചൊരു കാര്യമാണ്. നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കാഴ്ചതില്ല സൽഫലം. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കാഴ്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ പള്ളിയിൽ
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര പേരാ രണ്ടാമത്തെ സ്റ്റാൻസ ശ്രദ്ധിച്ചു? ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഹല്ലേലൂയ. Even though I became a budded branch to the good olive, I didn't bear the fruit which you expected. And that's our testimony. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിച്ച ഫലം പലപ്പോഴും നമ്മൾ പുറപ്പെടുവിച്ചോ എന്ന് ഒന്ന് സ്വയശോധന ചെയ്യാമോ? കർത്താവ് നമ്മളെ ബഡ് ചെയ്ത് ഒട്ടിച്ചു ചേർത്തത് നല്ല ഒലിവിനോടാണ്. പക്ഷെ അതിൽ നിന്ന് പലപ്പോഴും കർത്താവ് ആഗ്രഹിച്ച ഫലം പുറപ്പെടുവിക്കാത്തൊരവസ്ഥ നമ്മിൽ ഉണ്ടായെങ്കിൽ we need to examine ourselves. Lord, forgive me, Lord. I couldn't bear the fruit which you wanted. Forgive me, Lord. Do not cut me off. Allow me to bear the right fruit for your glory. Hallelujah. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ആ ഫലം കർത്താവിന് ഹൃദയകരമാകണം, അവിടുത്തേക്ക് പ്രസാദകരമാകണം. എന്നിട്ടും ഈ കൊമ്പിനെ അങ്ങ് തള്ളിയില്ല കർത്താവേ. You didn't shred me off. You didn't cut me off. You allowed me to be there to bear the right fruit. The right fruit. The right fruit. ആ ഫലത്തിനു വേണ്ടി നല്ല നാഥൻ കാത്തിരിക്കുക കേട്ടോ. മെനി ടൈംസ് നമ്മളിൽ നിന്ന് കയ്പിൻ്റെ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. മെനി ടൈംസ് കർത്താവിന് ഇഷ്ടമില്ലാത്ത പലതുമാണ് ഉണ്ടാകുന്നത്. പക്ഷെ തള്ളാത്ത കർത്താവ്, the one who loves us, saying like that, പിതാവിനോട് പറയുക, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, ഒന്നുകൂടെ നോക്കട്ടെ. ഇത്ര നല്ല സ്നേഹം, ആ സ്നേഹത്തെ മറന്നേച്ച് നമുക്ക് ജീവിപ്പാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ തള്ളിക്കളയാതിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ മുൻപിൽ വഴികൾ അടഞ്ഞു പോകുമ്പോൾ ദൈവം ഒരു വഴി തുറക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. 2-3 തരത്തിലാണ് നമ്മുടെ മുൻപിലെ വഴി അടയുന്നത്. ഒന്ന്, ശത്രു നമ്മുടെ മുൻപിൽ ബന്ധനങ്ങൾ വെക്കുമ്പോൾ. 2, ദൈവഹിതമല്ലാത്ത വഴികളിലേക്ക് നമ്മൾ പുറപ്പെടുമ്പോൾ ബിലിയാമിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് തടഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ കർത്താവ് നമ്മളെ തടയും. 3, കർത്താവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ ചില വഴികൾ തുറക്കാൻ വേണ്ടിയും വഴി അടയും കേട്ടോ. When some doors are closed before you, don't think that that's the end. The Lord is opening the best ways for you. കർത്താവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ ചില വഴികൾ തുറക്കാൻ. ഹല്ലേലൂയ. അനുഗ്രഹീതനായ ദേവദാസന ഡോൺ മോയൻ, അദ്ദേഹം ഈ പാട്ടിൻ്റെ പശ്ചാത്തലം പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ആനന്ദിച്ചിട്ടുണ്ട്. God will make a way where it seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to his side. With love and strength for each new day, he will make a way. He will make a way. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. കർത്താവ് വഴി തുറക്കും. എൻ്റെ ദുഃഖത്തിൽ, എൻ്റെ ഭാരത്തിൽ, ആശയറ്റ വേളയിൽ കർത്താവ് എനിക്ക് വഴി തുറക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് ചേർന്ന് പാടാം. God will make a way where it seems to be no way. He works in ways we cannot see. He will make a way for me. He will be my God. Hold me closely to his side. With love and strength for each new day, he will make a way. He will make a way. വഴി തുറന്നിടും ദൈവം, വഴി തുറന്നിടും. എൻ ദുഃഖത്തിൽ, ഭാരത്തിൽ, ആശയറ്റ വേളയിൽ വഴി അടയുമ്പോൾ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശു ആശ്വാസം വൻകരത്തിനാൽ. ദൈവ
ദൈവശക്തിയാൽ വഴി തുറന്നിടും. ദൈവം വഴി തുറന്നിടും. എൻ ദുഃഖത്തിൽ എൻ ഭാരത്തിൽ ആശയറ്റ വേളയിൽ വഴി നടയുമ്പോൾ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശു ആശ്വാസം വൻകരത്തിനാൽ ദൈവശക്തിയാൽ. ഹല്ലേലൂയ. ആ വൻകരത്തിനാൽ ദൈവം ആശ്വാസം തരുന്നത് മാത്രമല്ല, അവിടുത്തെ ശക്തിയോടെ നമ്മെ നടത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്: എൻ്റെ കാലുകൾ വഴുതിപ്പോയ സ്ഥാനത്ത്, ഒരിക്കലും ഉയരുകയില്ലെന്ന് തീരുമാനിച്ച സ്ഥലത്ത്, എൻ്റെ ചിന്തകളെ മാറ്റി എഴുതിയ ഒരു കർത്താവ് പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാല് വഴുതുവാൻ അനുവദിച്ചില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് ആരാധിപ്പാൻ വകയുണ്ട് കേട്ടോ. നമ്മുടെ കൈകളെ തട്ടിക്കൊണ്ട് ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണെന്ന് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. കരങ്ങളെ അടിച്ച് ആത്മാവിൽ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മെ വിളിച്ച വിളി ഉന്നത വിളിയാലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാത്ത ചില വഴികളെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഉറ്റവരും ഉടയവരും തള്ളിക്കളഞ്ഞ സ്ഥലത്ത്, ഹല്ലേലൂയ, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ നമ്മെ ഉയർത്തുന്ന കർത്താവ് നമ്മുടെ കരം പിടിച്ചു എന്ന് ഉറപ്പോടെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ആമേൻ. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ആമേൻ. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഓ, നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ. ആമേൻ. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ
കാൽ വഴുതുവാനിട വന്നില്ല. ആമേൻ. എന്റെ നിലവുകൾ ദൈവം ഹല്ലേലൂയ ഗ്ലോറി വഴുതുവാനിട വന്നില്ല. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു ആമേൻ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ആമേൻ. ദയ തോന്നി എന്റെ മേൽ ആമേൻ. സ്തോത്രം സ്തോത്രം. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചത് ഉള്ളിൽ പോലും ഹല്ലേലൂയ ആമേൻ. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ഓ ലഭിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ സ്തോത്രം 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 നിനക്കായി നൽകിയിടുന്നു. ആമേൻ. ദയ തോന്നി എന്റെ മേൽ ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. കുറ്റം വിധിച്ച് നിന്ദിക്കാത്തവൻ, അടുത്തു പിടിച്ച് മാറോടടുപ്പിച്ച് സ്നേഹം പകരുന്നവൻ, ആ കർത്താവ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ആ കർത്താവ് നമ്മോട് പറയുകയാണ്, മകനെ, ഇതുവരെയുള്ള നിന്റെ വഴികൾ അടഞ്ഞു പോയെങ്കിൽ നീ ഭാരപ്പെടേണ്ട, നിനക്കായി പുതിയതൊന്ന് ഞാൻ ചെയ്യുന്നു.
ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്ത വഴികളെ തുറന്നു തരുന്ന കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ വിഷയങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. അവിടുന്ന് ഒരു വഴി തുറക്കുമ്പോൾ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയില്ല കേട്ടോ. No one can close the doors which the Lord opens for you, and no one can shut anything before you if the God permits you to enter. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. സ്തോത്രം.